പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് വൻ കുതിപ്പ്. 25 കിലോമീറ്റർ അകലെ ആകാശത്തുള്ള 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കാൻ ശേഷിയുള്ള ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാനാകുന്ന തദ്ദേശീയ മിസൈലായ ആകാശ് ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ നേട്ടം. ഒരേ സമയം 4 ലക്ഷ്യങ്ങളെ തകർത്ത് വിജയം കൈവരിക്കുന്ന ആദ്യത്തെ രാജ്യമായതോടെ ആയുധ കയറ്റുമതിയിൽ ലോക രാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഇന്ത്യ. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കയറ്റുമതി ചെയ്യാൻ ഫിലിപ്പീൻസുമായി 2022 ഇന്ത്യ കരാർ ഉറപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ അർമേനിയ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ഒരുങ്ങുകയാണ്. 5000 കോടി മുതൽ 6000 കോടി രൂപ വരെ മൂല്യം വരുന്ന ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റവും 15 AAD സിസ്റ്റങ്ങളുമാണ് അർമേനിയ വാങ്ങുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ആകാശും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തിനായി BDLുമായി ചർച്ച നടത്താൻ ഗൾഫ് രാജ്യമായ ഒമാനും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദുർബലമായ പ്രദേശങ്ങളും പോയിന്റുകളും വ്യോമാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് നിർമ്മിച്ച ഹ്രസ്വദൂര സർഫസ് ടു എയർ സംവിധാനമാണ് ആകാശ്. ഒറ്റ ഫയറിംഗിൽ ഒരേ സമയം 4 ടാർഗറ്റുകളെ വരെ തകർക്കാനുള്ള ക്ഷമത ആകാശ് മിസൈലുകൾക്കുണ്ട്. അടുത്തിടെ നടന്ന അസ്ത്രശക്തി 2023 എന്ന വ്യോമശക്തി പരീക്ഷണത്തിലാണ് ആകാശത്തിലെ 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർത്ത് മികവ് തെളിയിച്ചത്. 25 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളാണ് വ്യോമസേന നടത്തിയ പരീക്ഷണത്തിൽ മിസൈലുകൾ തകർത്തത്. വരുന്ന 4-5 വർഷങ്ങൾ കൊണ്ട് മാത്രമേ കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ വെളിവാകുകയുള്ളൂ എങ്കിലും ഇപ്പോൾ നടക്കുന്ന ഡീൽ ആഗോള പ്രതിരോധ വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നതാണ്. അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന് സംഭാവന നൽകിക്കൊണ്ട് ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾ ശ്രദ്ധേയമായ കരാറുകൾ നേടിയിട്ടുണ്ട്.